ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഘുവിന് കൊടുക്കാനുള്ള ചായയുമായിട്ട് അനു വരികയാണ്. ആ സമയത്ത് രഘുവിനെ അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ അനു മനസ്സിൽ ചിന്തിക്കുകയാണ്, രഘുട്ടൻ എവിടെയാവും പോയിട്ടുണ്ടാവുക, കടയിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ദയാണെങ്കിലോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടാവും. കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് നോക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടുത്തെ വേലക്കാരിയോട് ചോദിക്കുകയാണ്, അല്ല ചേച്ചി, ഇവിടെ പാലൊന്നുമില്ലേ എന്ന് ചോദിക്കും. ഇല്ല മോളെ, പാല് കഴിഞ്ഞു, ഉള്ള പാല് കൊണ്ട് ചായ ഉണ്ടാക്കി എന്ന് പറയാട്ടോ. അപ്പോൾ അനു വന്നിട്ട് പറയുകയാണ്, മോളെ ദയെ, നീ ഈ ചായ കുടിച്ചോ, രഘുവേട്ടനെ അവിടെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ചായ ഒന്നുമല്ല വേണ്ടത്, കുഞ്ഞിന് കൊടുക്കാനുള്ള പാലാണ് എനിക്കിപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞ് ദയ വല്ല ജാടയോടുകൂടി അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ അനുപമയോട്. എന്നിട്ട് ദയ പറയുകയാണ്, ഇനി മുതൽ വൈകുന്നേര സമയത്തും ഇവിടെ പാല് കൊണ്ടുവന്നിരിക്കണം എന്ന് പറഞ്ഞ് ജാടയോട് കൂടിയിട്ട് ദയ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ദയ പോയി കഴിഞ്ഞ ശേഷം വേലക്കാരി ചോദിക്കുകയാണ് അനുപമയോട്, അല്ല ഈ ദയ കൊച്ചിന് കുറച്ച് ചാട്ടവും ദേഷ്യവും ഒക്കെ കൂടുതലാണല്ലോ എന്ന് പറയാട്ടോ. അപ്പോൾ അനുപമ പറയാണ്, അച്ഛൻ ഇവളെയാണ് ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചതും ലാളിച്ചതും, അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം ദേഷ്യം അവൾക്കുള്ളത് എന്ന് പറയുകയാണ്. അങ്ങനെ അനുപമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ദയക്ക് ഈ ഇടയായി കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്, ഇതൊന്ന് കുറക്കണമല്ലോ എന്ന് അനുപമ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് രഘു കുളിക്കാൻ വേണ്ടി കുളത്തിന്റെ അവിടേക്ക് പോയിട്ടുണ്ടാവും. ആ സമയത്ത് തമ്പായി ആണെങ്കിലോ അവിടെ കുളിച്ചോണ്ടിരിക്കുകയാവട്ടോ. അങ്ങനെ രഘു കാലെടുത്ത് കുളത്തിലേക്ക് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തമ്പായി നിർത്ത് എന്നങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ രഘു പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, തമ്പായിയുടെ കുളി മുടക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപാസന മൂർത്തികൾ അവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു പേടിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ രഘുവിനോട് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് രഘു പറയുകയാണ്, ഞാനായിട്ട് തമ്പായിയുടെ കുളിയൊന്നും മുടക്കുന്നില്ല, ഞാൻ അങ്ങ് മാറി നിന്നേക്കാം, നിങ്ങൾ കുളിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ കുളിക്കുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ തമ്പായി പറയുകയാണ്, അല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാവിലെ പൂജയും കാര്യങ്ങളൊന്നും ഇതുവരെയും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് അമ്മാവൻ ഇവിടെയില്ല, അവൻ വന്നതിൻ്റെ ശേഷം ഇക്കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ തമ്പായി വീണ്ടും പറയുകയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനന്തനെ ഇവിടെ നിന്നും മാറ്റി നിർത്തിയതും എല്ലാം തന്നെ ഉപാസന മൂർത്തികൾ തന്നെയാണ്, അതുകൊണ്ട് കാവിൽ നടത്തേണ്ട പൂജയും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് അനന്തൻ്റെ മക്കൾ തന്നെ അതെല്ലാം ചെയ്യേണ്ടി വരും, അല്ല എന്നുണ്ടെങ്കിലും ഒരിക്കലും അനന്തന് തിരിച്ചു വരാൻ കഴിയുകയില്ല എന്ന് പറയാണ്. അങ്ങനെ രഘുവിനെ ഭീഷണിപ്പെടുത്തുന്ന ഓരോ വാക്കുകളും തമ്പായി പറയുന്ന സമയത്ത് രഘുവിനെ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ എന്തൊക്കെയോ അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്, ഇയാളെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള മനസ്സിലിങ്ങനെ രഘുവിൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് സുശീല ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഇന്ദ്രനോട് പറയുകയാണ്, നീ അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒരു തടസ്സവുമില്ല, പക്ഷേ നീ ഇന്നലെ അനുപമയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ, എനിക്കും അനുപമയുടെ അമ്മയുടെ തറവാടും പരിസരവും ഒക്കെ കാണണമെന്നുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നത് പോലെ ഉള്ളത് തന്നെയാണോ ഇതൊക്കെ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയാണ്, അത്രക്ക് വലിയൊരു തറവാടൊന്നുമല്ല, പക്ഷേ ഒരുപാട് ഭൂസ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അതും ടൗണിനടുത്ത് തന്നെ ആയതുകൊണ്ട് കോടിക്കണക്കിന് വില മതിക്കുന്ന സ്ഥലം തന്നെയാണ് എന്ന് പറയാട്ടോ. അപ്പോൾ ഇന്ദ്രനോട് സുശീല പറയുന്നുണ്ട്, എന്തായാലും നീ അനുപമയെയും കുഞ്ഞിനെയും വിളിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പറയണം, എനിക്കും വരണം, ഞാനും കൂടി ചേർന്നിട്ട് അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. അനുപമയെ ഈ വീട്ടിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നത് പഞ്ചരത്നത്തിൽ നിന്നുമാണ്, ഇപ്പോൾ അനുപമ ഉള്ളത് അവളുടെ അമ്മയുടെ തറവാട്ടിലുമാണ്, അതുകൊണ്ട് ഞാൻ കൂടി ചേർന്നിട്ട് മതി ഇന്ദ്ര അവളെ കൂട്ടിക്കൊണ്ടുവരല്, അതുകൊണ്ട് എന്നോട് പറയാതെ നീ ഇനി അവിടേക്ക് പോവാനൊന്നും നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് അനുപമയെയും കുഞ്ഞിനെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് സുശീല അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ ഈ സുശീല അറിയാതെ അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് നീ മോഹിക്കണ്ട എന്ന് ഇന്ദ്രനോട് പറയുകയാണ്. അങ്ങനെ ഇന്ദ്ര ഈ അമ്മ ഒരു തരത്തിലും ഒരു സൗര്യം തരില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഇന്ദ്രൻ അത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സുശീല പോയി കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ ഇനിയിപ്പോൾ അനുപമയെയും കുഞ്ഞിനെയും കാണാൻ പോകല് അമ്മ ഇല്ലാതെ പോവാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ സുശീലയോട് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവും, അനന്ത മാഷി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛനിപ്പോൾ സ്ഥലത്തില്ല, അച്ഛൻ കുറച്ച് ദൂര സ്ഥലത്തുള്ള അമ്പലത്തിലേക്കൊക്കെ പോയിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ ഇന്ന് നീ അനുപമയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ എന്ന് സുശീല ചോദിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്, കാരണം അവരുടെ ആ ഒരു തറവാടും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഒരു ദോഷമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അനുപമയെയും കുഞ്ഞിനെയും അവിടെ നിർത്തുന്നത് അത്രയ്ക്ക് നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് എന്ന് പറയാണ്. അപ്പോൾ സുശീല പറയാണ്, അങ്ങനെ ദോഷമുള്ള തറവാടാണെങ്കിൽ ഒരിക്കലും അനന്ത മാഷ് മക്കളെ അവിടെ തനിച്ചാക്കി പോവുകയൊന്നുമില്ല, ഇത് അതൊന്നുമല്ല കാര്യം,
കാരണം 5 പെൺകുട്ടികളും ചേർന്ന് ഇപ്പോൾ അമ്മയുടെ സ്വത്തൊക്കെ കിട്ടിയപ്പോൾ ഇപ്പോൾ അവർക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അനന്തം മാഷിനെ ഇപ്പോൾ പുറം തള്ളിയിട്ടുണ്ടാവും. അനന്തം മാഷ് പറയുന്നതൊന്നും ആ പെൺമക്കൾ കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നീ അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അനന്തം മാഷ് പറയുന്നത്. അനന്തം മാഷിൻ്റെ ബുദ്ധി എന്താണെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് സുശീല കുറച്ച് മുള്ളുമുനയും വെച്ചിട്ടാണ് കേട്ടോ ഇന്ദ്രനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എടുത്തു ചാടി നീ അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാനൊന്നും നീ ഉദ്ദേശിക്കേണ്ട. ഞാനും കൂടി ചെന്ന ശേഷം, ഞാനും കൂടി അവിടെയെല്ലാം കണ്ട ശേഷം മാത്രം മതി അനുപമയെയും കുഞ്ഞിനെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരൽ. നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടേക്ക് പോയാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ ഒക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ സുശീല അകത്തേക്ക് കയറി പോകുന്നത്. അല്ലാതെ അവിടെ ഒരു പ്രശ്നവുമില്ല. അനന്തം മാഷിൻ്റെ തന്ത്രമാണ്. എത്രയും പെട്ടെന്ന് അനുപമയെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അടവാണ് അനന്തം മാഷിൻ്റെ എന്നുള്ള വാക്കുകളൊക്കെ സുശീല പറയുന്നുണ്ട്. പിന്നീട് ശബരിയുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നീ ദയയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അനന്തം മാഷ് പറഞ്ഞതല്ലേ, എന്തെങ്കിലും കാര്യമില്ലാതെ മാഷ് ഒരിക്കലും അങ്ങനെ പറയുകയില്ല. എന്ത് ചെയ്താലും അതെല്ലാം ക്ഷമിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് മോനെ. നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിക്കണം. നിങ്ങളുടെ ഇടയിൽ ഒരു കുഞ്ഞു കൂടി വന്നതാണ്. ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലാതെയായി ജീവിക്കരുത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ദയയെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ശബരി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശബരി ഒരു പാവയെടുത്ത് അത് കുഞ്ഞാണെന്ന് സങ്കല്പിച്ച് അതിനെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിക്കുട്ടനെ ശബരിക്ക് മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ദയ വീട്ടിലേക്ക് വന്ന് ദയ ശബരിയോട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശബരി ഇങ്ങനെ ഓർക്കുന്നത്. ഉണ്ണിക്കുട്ടനെ കൊഞ്ചിക്കുന്നതും പിന്നീട് ദയ ശബരിയുടെ അടുത്തേക്ക് വന്ന ശേഷം ശബരി ദയോട് പറയുകയാണ്, എനിക്കും മോനും രാവിലെ തന്നെ നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോൾ അത് മനസ്സിനൊരു വല്ലാത്ത കുളിർമ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദയ പറയുന്നുണ്ട് ശബരിയോട്, എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശബരിയേട്ടൻ ഇതുപോലെ സ്നേഹിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുമ്പോൾ, അതെങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കും? അതെല്ലാം നിനക്കതൊരു നാണക്കേടല്ലേ എന്ന് ചോദിക്കാനട്ടോ. അപ്പോൾ ശബരിയോട് ദയ പറയുന്നുണ്ട്, അല്ല ശബരിയേട്ട, എനിക്ക് വേണ്ടത് ശബരിയേട്ടൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ മാത്രമാണ് പറയാൻ പാടുകയുള്ളൂ. എന്നെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണം. ഞാൻ വന്നതിൻ്റെ ശേഷമാണ് ശബരിയേട്ടൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം ഐശ്വര്യമുണ്ടായത് എന്നും ഞാൻ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ശബരിയോട് ദയ പറയുന്നതായിട്ട് ശബരിക്ക് തോന്നുന്നത്. അങ്ങനെ ശബരി ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടക്കുന്ന സമയത്താണ് അവിടേക്ക് അനിത വരുന്നത്. എന്നിട്ട് അനിതയോട് പറയുകയാണ്, ഞാൻ ഇന്ന് ദയയെ കാണാൻ വേണ്ടി പോയാലോ എന്ന് വിചാരിക്കുകയാണ് ഏട്ടത്തി എന്ന് പറയുമ്പോൾ, അത് ഉറപ്പായും വേണം. നീ എത്രയും പെട്ടെന്ന് ദയയും കുഞ്ഞിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കണം. ദയ എടുത്തു ചാടി സംസാരിക്കുന്നതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് പറയണം. അപ്പോൾ അല്ല, അമ്മയുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ ശേഷം ദയക്കിപ്പോൾ അഹങ്കാരം കൂടിയിട്ടുണ്ടാകുമോ എന്നാണ് തോന്നുന്നത് എന്ന് ശബരി അനിതയോട് പറയട്ടോ. അപ്പോൾ അനിത പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട. അവൾ സംസാരിക്കുന്നതും എല്ലാം തന്നെ അവളുടെ മനസ്സിലൊന്നും ഉണ്ടാഞ്ഞിട്ടില്ല. നീ എന്തായാലും അവിടേക്ക് പോയി കുഞ്ഞിനെയും ദയയും കണ്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അനിത താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ ധനൻ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അനിത ഇറങ്ങി വരികയാണെന്ന് കാണുന്ന സമയത്ത് പെട്ടെന്ന് ധനൻ അങ്ങോട്ട് ചെല്ലുകയാണ് അനിതയുടെ അടുത്തേക്ക്. എന്നിട്ട് സ്റ്റെപ്പിൽ അങ്ങ് മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ധനേട്ടനൊന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ, അനിതേ, നീ ശബരിയെ വിളിക്കാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ധനേട്ടൻ്റെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും എല്ലാം തന്നെ എനിക്ക് അറിയാം. അത് ഞാൻ എല്ലാവരോടും പറയണ്ട എന്നുണ്ടെങ്കിൽ ധനേട്ടൻ മര്യാദക്ക് മാറിക്കോ എന്ന് പറയുമ്പോൾ, എൻ്റെ മനസ്സിലിരിപ്പും എൻ്റെ കയ്യിലിരിപ്പും എന്താണെന്നുള്ളത് നീ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ നിന്നെ എല്ലായിടത്തും ഞാൻ അപമാനിക്കുക തന്നെ ചെയ്യും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ചൊക്കെ അപമാനിക്കും. അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അനിത പറയണ, ഞാനായിട്ട് ആരോടും ഒന്നും പറയില്ല, എല്ലാം കാലം തന്നെ തെളിയിക്കും എന്നും പറഞ്ഞ് അനിത പോവാൻ നിൽക്കേണ്ട. അപ്പോഴാണ് ശബരിയുടെ അച്ഛൻ വിളിക്കുന്നത്. ആ ഒരു വിളി കേട്ടതോടുകൂടി ധനൻ പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ അനിത ആ ഒരു ഗ്യാപ്പിലൂടെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് ശബരി അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ശബരിയെ കാണുന്ന സമയത്ത് ധനനങ്ങ് അഭിനയിക്കുകയാണ്, ഞാൻ ശബരി ടെറസിൻ്റെ മുകളിൽ പോയി എക്സസൈസ് ചെയ്യുന്നതായിട്ട് വാസന്തിയുടെ കണ്ണിൽ പൊടിയിടാൻ പോവുകയാണ്. അല്ലാതെ
വാസന്തി എനിക്ക് ഒരു സൗകര്യവും തരില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വാസന്തി ചേച്ചിയുടെ മുന്നിൽ എത്ര കാലം ധനേട്ടൻ കണ്ണിൽ പൊടിയിട്ട് നടക്കുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഒരു അർത്ഥം വെച്ച പോലെ തന്നെയാണ് ശബരി ധനനോട് സംസാരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ മഞ്ചാടി ആരെയും വില വെക്കാതെ സ്കൂളിലെ പയ്യനുമായിട്ട് ബൈക്കിലൂടെ സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ട് രഘു വരികയാണ്. അങ്ങനെ രഘു അവരുടെ വഴിയിൽ തടസ്സം നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ചാടിയോട് പറയുകയാണ്, നിന്നെ കോളേജിലേക്ക് വിടുന്നത് ഇവൻ്റെ കൂടെ കറങ്ങാനും ഇവൻ്റെ കൂടെ കോളേജിലേക്ക് പോവാനുമൊന്നുമല്ല. അതുകൊണ്ട് മര്യാദക്ക് മഞ്ചാടി എൻ്റെ കാറിൽ കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ടുപോയി വിടാമെന്ന് പറയാട്ടോ. അപ്പോൾ മഞ്ചാടി പറയണേ, ഞാനില്ല രഘുവേട്ട, ഞാൻ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, നീ ഇന്ന് കോളേജിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ കോളേജിൻ്റെ പടി പോലും ചവിട്ടില്ല, അത് ഞാൻ നിന്നോട് പറയുന്ന വാക്കാണ് എന്ന ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ രഘു മഞ്ചാടിയോട് സംസാരിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് മഞ്ചാടി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അച്ഛനും കൂടി ഇല്ലാത്തതാണ്, രഘുവേട്ടൻ തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി നോക്കുന്നുണ്ടാവുക. അതുകൊണ്ട് രഘുവേട്ടനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി കോളേജിലേക്ക് പോവാൻ കഴിയുകയുണ്ടാവില്ല എന്ന് മഞ്ചാടി മനസ്സിലാക്കുകയാണ്. അങ്ങനെ രഘു നേരെ കാറിൽ പോയി കയറുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ചാടി ആ പയ്യൻ്റെ ബൈക്കിൽ നിന്നും ഇറങ്ങിയ ശേഷം തലയും താഴ്ത്തി നേരെ രഘു പറയുന്നത് പോലെ അനുസരിച്ച് കാറിൽ വന്ന് കയറുകയാണ്. പിന്നീട് സുശീല ഹർഷയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്ദ്രൻ അനുപമയെയും കുഞ്ഞിനെയും കാണാൻ പോയ കാര്യങ്ങളും എല്ലാം തന്നെ ഹർഷയോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഹർഷയ്ക്ക് അസൂയ വരികയാണ് കേട്ടോ. സുശീല പറയാണ്, ഇന്ദ്രൻ എത്രയും പെട്ടെന്ന് അനുപമയെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, ഒരിക്കലും അതിന് സമ്മതിക്കരുത് ആൻറ്റി. കാരണം ഇനി അനുപമയും കുഞ്ഞും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെ ഒരിക്കലും പിന്നെ കസ്റ്റഡിയിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. സത്യൻ്റെ കല്യാണം കഴിയുന്നതുവരെയും അനുപമ തൽക്കാലം വന്നും പോയിട്ടും ഇരിക്കട്ടെ, അവിടെ താമസമൊന്നും തുടങ്ങണ്ട. തൽക്കാലം അനുപമ ഇപ്പോൾ അവളുടെ തറവാട്ടിൽ തന്നെ താമസിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സുശീലയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ് ഹർഷ. അത് കേൾക്കുമ്പോൾ സുശീല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഹർഷ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ അനുപമയും കുഞ്ഞും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോവും. അതുകൊണ്ട് തൽക്കാലം അനുപമയുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് സുശീലയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്.